നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാർലമെന്റിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ അബദ്ധങ്ങൾ പിണഞ്ഞ പ്രിയങ്ക. ഹിമാചൽ പ്രദേശ് സർക്കാർ നിയമങ്ങൾ നിർമ്മിക്കുന്നത് വൻകിടക്കാർക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും വേണ്ടി. സാധാരണക്കാരായ കർഷകരെ ഹിമാചൽ സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നും പ്രിയങ്ക. ഹിമാചൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമെന്നറിയാതെ പ്രിയങ്കയുടെ വിമർശനം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഏറ്റുവാങ്ങി ഗുകേഷ്. സിംഗപ്പൂരിലെ വേദിയിലെത്തിയത് ദേശീയ പതാകയുമായി. ഈ നിമിഷത്തിനായാണ് ഇതുവരെ എല്ലാം ചെയ്തതെന്ന് ഗുകേഷ്. ലോക ചാമ്പ്യനെ വരവേൽക്കാൻ ഭാരതം. അഭിനന്ദന പ്രവാഹം അണമുറിയാതെ കായിക ലോകം. അറസ്റ്റിലായ നടൻ അല്ലു അർജുന ഇടക്കാല ജാമ്യം അനുവദിച്ച് തെലങ്കാന ഹൈക്കോടതി. അറസ്റ്റിലായത് പുഷ്പ 2 സിനിമാ പ്രദർശനത്തിലെ തിരക്കിൽപ്പെട്ട് സ്ത്രീ മരണപ്പെട്ട കേസിൽ. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയിൽ ഇടപെട്ട് ഭാരതം. ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭയിലെ പ്രതികരണം വിദേശകാര്യ സെക്രട്ടറിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് പിന്നാലെ. ആശങ്ക ബംഗ്ലാദേശിനെ അറിയിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം. സിറിയയിൽ നിന്ന് ഭാരതീയരെ സുരക്ഷിതരമായി ഒഴിപ്പിച്ചെന്നും മന്ത്രാലയം. महाकुंभ 2025 की 500 करोड़ की 167 परियोजनाओं का जो केंद्र सरकार के रेलवे मंत्रालय से तथा राज्य सरकार के വികസനത്തേരിലേറി ഉത്തർപ്രദേശ്. 5500 കോടിയുടെ പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്റിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ അബദ്ധങ്ങൾ പിണഞ്ഞ വയനാട് MP പ്രിയങ്ക. ഹിമാചൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം എന്നറിയാതെയായിരുന്നു വിമർശനം. ഹിമാചൽ പ്രദേശ് സർക്കാർ നിയമങ്ങൾ നിർമ്മിക്കുന്നത് വൻകിടക്കാർക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും വേണ്ടിയാണ്. സാധാരണക്കാരായ കർഷകരെ ഹിമാചൽ സർക്കാർ അംഗീകരിക്കുന്നില്ല. തുടർച്ചയായി ഇത്തരം നിയമനിർമ്മാണങ്ങൾ ഉണ്ടായി എന്നുമാണ് പ്രിയങ്ക പാർലമെന്റിൽ പറഞ്ഞത്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം എന്നറിയാതെയാണ് പ്രിയങ്കയുടെ വിമർശനം ഉണ്ടാകുന്നത്. വിമർശനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രിയങ്കയ്ക്കെതിരെ ട്രോളുകളും നിറയുകയാണ്. हिमाचल में देखिए जितने भी कानून बने हैं वो सब बड़े बड़े उद्योगपतियों के लिए बन रहे हैं. हिमाचल में जो सेब उगता था उसके जो छोटे छोटे किसान हैं वह रो रहे हैं क्योंकि एक व्यक्ति के लिए सब कुछ बदला जा रहा है. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും ആദ്യ പ്രസംഗത്തിൽ തന്നെ അബദ്ധങ്ങൾ പിണഞ്ഞ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പ്രിയങ്ക എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലെത്തി ആദ്യ പ്രസംഗം നടത്തുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വിഡ്ഢിത്തം പിണഞ്ഞത് ഏറെ ഗൗരവത്തോടെ തന്നെയാണ് നിരീക്ഷകരെല്ലാവരും നോക്കിക്കാണുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഹിമാചൽ പ്രദേശിലെ ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള അവരുടെ പരാമർശങ്ങളാണ്. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് അവിടെയുള്ള നിയമനിർമ്മാണങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ മുഴുവൻ വലിയ വ്യവസായ പ്രമുഖർക്കും അതുപോലെ തന്നെ വലിയ ബ്യൂറോക്രാറ്റുകൾക്കും വേണ്ടി മാത്രമാണ്. അവിടെ സാധാരണക്കാരായ ജനങ്ങളെ കാണുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരെ, നിസ്സാരക്കാരായ ആപ്പിൾ കർഷകരെ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അതുപോലും തിരിച്ചറിയാതെ പാർലമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനം നടത്തുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. അത്തരത്തിലുള്ള വിമർശനം അത് സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെന്ന് പോലും തിരിച്ചറിയാത്തൊരു വ്യക്തി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് ജയിച്ചു വരുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു സ്പിരിറ്റിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു ഈ നിലപാടുകളെല്ലാം തന്നെ അവർ വ്യക്തമാക്കിയത്. ഇത് തന്നെയായാലും പാർലമെന്റിൽ ആദ്യ പ്രസംഗത്തിലെത്തി അബദ്ധങ്ങൾ പിണഞ്ഞതിന്റെ ആ ഒരു വലിയ ജാള്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രോളുകൾ വല്ലാതെ പടരുകയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ അതൊരു വലിയ ആക്ഷേപമായും ഒരു സെറ്ററിസ്റ്റിക് ശൈലിയായും പടരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട മറ്റൊരു വസ്തുത. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.
ലോക ചെസ് ചാമ്പ്യൻ കിരീടം ഗുകേഷിന് സമ്മാനിച്ചു. സിംഗപ്പൂരിൽ നടന്ന ചടങ്ങിലായിരുന്നു ഗുകേഷിന്റെ സമ്മാനദാനം. ദേശീയ പതാകയുമായാണ് ഗുകേഷ് വേദിയിലേക്ക് എത്തിയത്. Congratulations, our new world chess champion, Gukesh Damaraju! Your triumph is a momentous occasion for the world of chess, and it will be celebrated for generations to come. ഇന്ത്യൻ ചെസ്സിന് മുന്നേറ്റത്തിന്റെ പുതിയ കാലമാണിത്. ചെസ് ഒളിമ്പ്യാഡിൽ നമ്മുടെ ആൺപെൺ കരുനീക്കക്കരുത്ത ലോകം കണ്ടതാണ്. സിംഗപ്പൂരിൽ നടന്ന ഗുകേഷിന്റെ കിരീടധാരണം പ്രതീക്ഷകളുടെ പട്ടാഭിഷേകം കൂടിയാണ്. What about your personal ambition? You're just 11 years, 6 months old. What do you want to do when you grow up? I want to become the youngest world chess champion. ഗുകേഷ് പണ്ടേ ചെക്കുവച്ചതാണ്. നേട്ടത്തിന്റെ അങ്ങേയറ്റത്തെത്താൻ സ്വപ്നങ്ങൾക്ക് മീതെ പറന്ന്. പ്രായം 11 അടിച്ചപ്പോൾ കണ്ണുവെച്ച അതേയിടത്ത് വർഷം 7 പിന്നിട്ട് കയറിയിരിപ്പാണവൻ. മധുര 18 കാലത്ത് ലോകകിരീടം തലപ്പാവണിയുന്ന ചരിത്ര ചെറുപ്പം. 58 നീക്കം പിന്നിട്ട് ഡിംഗ്ലിറനെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ചതുരംഗപ്പലകയെ വന്ദിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് കണ്ണുപൊത്തി കണ്ണീരിട്ടൊടുവിൽ നിവർന്നെണീറ്റത് ആഘോഷങ്ങൾക്ക് നടുവിലേക്കാണ്. ഭാരതത്തിന്റെ പുതിയ വിശ്വനാഥൻ ആനന്ദത്തേരിലാണ്. നിമിത്തമായൊരു ചിത്രം സാക്ഷിയായുണ്ട്. ഇളമുറയിലെ തിളക്കത്തിന് പണ്ടേ കിരീടം കൈമാറിയിരുന്നു ആദ്യ വിശ്വനാഥൻ. സ്പോർട്സ് ഡെസ്ക്, ജനം. അല്ലു അർജുന ഇടക്കാല ജാമ്യം അനുവദിച്ച് തെലങ്കാന ഹൈക്കോടതി. പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിലാണ് നടന് ജാമ്യം അനുവദിച്ചത്. അതേസമയം നടന്റെ അറസ്റ്റിൽ BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരുത്തരവാദപരവും നീതിക്ക് നിരക്കാത്തതുമായ നടപടിയാണിതെന്ന് കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, കിഷൻ റെഡ്ഡിയുടെ പ്രതികരണമാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും അവസാനമായി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അല്ലു അർജുന്റെ അറസ്റ്റ്, തെലങ്കാനയിൽ നടന്ന അറസ്റ്റ് നീതിരഹിതവും അതുപോലെ തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്തതുമാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് ഉണ്ടായത് എന്ന സൂചന തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും അല്ലു അർജുന്റെ അറസ്റ്റ് സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇടക്കാല ജാമ്യം അനുവദിച്ചു അല്ലു അർജുന എന്നതാണ്. അല്ലു അർജുനെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവാക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ്, ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് നടത്തിയ ചില പരാമർശങ്ങളാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയങ്ങൾ. അല്ലു അർജുൻ മാത്രമാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഏറ്റവും നിയമപരമായും അടിസ്ഥാനപരമായി ചോദ്യചിഹ്നമായി ഉയരാവുന്ന ഒരു വിഷയവും ഹൈക്കോടതി ഉന്നയിക്കുകയുണ്ടായി. ആ വിഷയം എന്തെന്നാൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് ഈ കേസിൽ, അതായത് ഈ സംഭവത്തിൽ നിലനിൽക്കുമോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും വളരെ കൃത്യമായി കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഈ 2 നിരീക്ഷണങ്ങളും പ്രധാനമായും നടത്തിയതിനു ശേഷം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾക്കൊന്നും പൗരനെന്ന നിലയിൽ പോകുന്നതിനെ തടയാൻ ഹൈക്കോടതിക്ക് എന്നല്ല മറ്റു സംവിധാനങ്ങൾക്കൊന്നും ആകില്ല എന്നും വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നിലനിൽക്കില്ല എന്ന് പ്രത്യേകം നിലനിൽക്കാമോ എന്ന് സംശയിക്കുന്നു എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തൊരു സാഹചര്യത്തിലാണ് റിമാൻഡ് ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തുകയും റിമാൻഡിന് താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയും ചെയ്തത്. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യാൻ നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഹൈക്കോടതി. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യാനുള്ള ഉത്തരവ് നൽകിയിരുന്നു. ഇന്ന് രാവിലെയാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഡിസംബർ 4 പുഷ്പ 2വിന്റെ പ്രീവ്യൂ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് ഒരു വനിത മരിച്ചിരുന്നു. മരണകാരണമായ തിക്കും തിരക്കും ഉണ്ടാക്കിയത് അല്ലു അർജുന്റെ ബൗൺസർമാരായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത്തരത്തിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. നേരത്തെ, അതായത് ഇന്ന് അറസ്റ്റ് നടക്കുന്നതിന് മുൻപ് തന്നെ അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട്. എന്നാൽ അറസ്റ്റ് നടന്നതിന് ശേഷം ജാമ്യ ഹർജിയായി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.
ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഹിന്ദുക്കൾക്കെതിരായി 88 അക്രമങ്ങൾ ബംഗ്ലാദേശിൽ നടന്നു. സംഭവത്തിൽ 70 പേരെ അറസ്റ്റ് ചെയ്തതായി ഇടക്കാല സർക്കാർ അറിയിച്ചു. ഇന്ത്യ ചൈന അതിർത്തിയിൽ പെട്രോളിംഗ് കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് നടന്ന കലാപങ്ങളുടെ മറവിൽ ഹിന്ദുക്കൾക്കെതിരെ 88 വർഗീയ അക്രമങ്ങൾ ഉണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. സംഭവത്തിൽ 70 പേരെ അറസ്റ്റ് ചെയ്തതായി ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനിസിന്റെ പ്രസ് സെക്രട്ടറി അറിയിച്ചതായും ജയശങ്കർ സൂചിപ്പിച്ചു. ദുർഗാപൂജ ഉത്സവത്തിനിടെ ക്ഷേത്രങ്ങൾക്കും പൂജാ മണ്ഡപങ്ങൾക്കും നേരെ അക്രമമുണ്ടായി. ഈ സംഭവങ്ങളെ സർക്കാർ ഗൗരവമായി കാണുകയും ബംഗ്ലാദേശ് സർക്കാരുമായി ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തു. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും താൽക്കാലിക സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലോക്സഭയിൽ ഉയർന്ന ചോദ്യത്തിൽ വിദേശകാര്യമന്ത്രി മറുപടി നൽകി. With regard to the treatment of minorities in Bangladesh, it has been a source of concern. There have been multiple incidents of attacks on them. We have drawn our concern to their attention. Recently, Foreign Secretary visited Dhaka. This subject came up during his meeting, and it is our expectation that in its own interest Bangladesh would take measures so that its minorities are safe. പാകിസ്ഥാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അവർ തീവ്രവാദങ്ങളിൽ നിന്നും മുക്തരാണെന്ന് തെളിയിക്കണമെന്നും ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു. അതേസമയം ഭാരതത്തിന്റെ സുരക്ഷാ സേന ചൈന അതിർത്തിയായ ഡെപ്സാങ്ങിലെ എല്ലാ പോയിന്റുകളിലും പട്രോളിംഗ് നടത്തുന്നതായും ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി. അനധികൃതമായി രാജ്യ തലസ്ഥാനത്ത് കുടിയേറിയ 32 ബംഗ്ലാദേശികളെ കണ്ടെത്തി. ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക പരിശോധനയിലാണ് വ്യാജരേഖകളുമായി ഭാരതത്തിൽ താമസിച്ചു വന്ന ബംഗ്ലാദേശികളെ തിരിച്ചറിഞ്ഞത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശികളെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം കാളിന്തി, കുഞ്ച, ഷഹീൻബാഗ്, ജാമിയ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകൾ കയറി ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചു വരികയാണ്. വീണ്ടും വാർത്തകളിലേക്ക്. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മ്യാൻമാറിലേക്കുള്ള സ്വതന്ത്ര യാത്ര ഇടനാഴി നിർത്തിവെച്ച നടപടി പരിശോധിച്ചു വരികയാണെന്നും എസ് ജയശങ്കർ പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള അനധികൃത കുടിയേറ്റം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. മ്യാൻമാറുമായുള്ള അതിർത്തി പ്രശ്നം സങ്കീർണതകൾ നിറഞ്ഞതാണ്. അതിർത്തിയിലെ പലയിടങ്ങളിലും മ്യാൻമാർ സർക്കാരിന്റെ സാന്നിധ്യം തന്നെ ദുർബലമാണ്. മേഖലയിലെ സ്വതന്ത്ര യാത്ര നിയന്ത്രിക്കുന്നത് ഗിരിവർഗ്ഗക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിശോധിക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. Because of the very disturbed conditions in Myanmar, we have had to review the open regime policy which has historically been there, but we are sensitive to the requirement of the border communities, so it is something which we are working on, and part of the challenge is that there is very little government authority on the other side of the border. So most of what we have to do ourselves, but definitely there is today a much greater presence there to secure our borders and to monitor the movement of people across the borders. പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിലെ ഭാരതത്തിന്റെ നിലപാടുകൾ സംബന്ധിച്ച കൃത്യമായ ബോധ്യം അയൽരാജ്യങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Our position regarding our borders is very clear. So I think if there is any expectation in any of our neighbors that by doing something it would get India to change its position, I think they should be very clear that is not the case. I'm sure the entire House agrees with me in that regard. തൊട്ടടുത്ത രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തണമെന്ന നിലപാടിൽ തന്നെയാണ് ഭാരതം ഉറച്ചു നിൽക്കുന്നതെന്നും അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ഭാരതത്തിന്റെ ആശങ്ക ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ സെക്രട്ടറിയുടെ ധാക്ക സന്ദർശനത്തിൽ പ്രശ്നം ചർച്ചയായി. യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്ന് ഭാരതീയരെ സുരക്ഷിതരായി ഒഴിപ്പിച്ചതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നതിൽ ഭാരതത്തിന്റെ ആശങ്ക നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനാണ് ഭാരതം ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കിയെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. Foreign Secretary highlighted during his talks India's support for a democratic, stable, peaceful, progressive and inclusive Bangladesh. He also reiterated India's willingness to build a positive and constructive relationship with Bangladesh based on mutual trust and respect and mutual sensitivity to each other's concerns and interests. യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്ന് ഭാരതീയരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 77 പൗരന്മാരാണ് മടങ്ങിവരാൻ എംബസി വഴി താൽപര്യം അറിയിച്ചത്. ഇവരെ ആദ്യം സുരക്ഷിതമായി ലബനനിലെത്തിച്ചു. അവിടെ നിന്ന് വിവിധ സംഘങ്ങളായി ഭാരതത്തിലേക്ക് എത്തിക്കുകയാണെന്നും സിറിയ, ലബനൻ എംബസികൾ സംയുക്തമായാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയതെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. From Syria, so far 77 Indians have been evacuated. These were those who wanted to return. All these 77 people, they were evacuated through Lebanon, where our embassy in Lebanon and our embassy in Syria coordinated very closely. സംഘർഷം നിലനിൽക്കുന്ന ഇസ്രായേലിൽ 32,000 ഭാരത പൗരന്മാരുണ്ടെന്നും എംബസി അവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജനം, ഡൽഹി. മഹാകുംഭമേള 2025 മുന്നോടിയായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ 5500 കോടി രൂപയുടെ വികസന പദ്ധതികൾ നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുംഭമേളയുടെ ഭാഗമായി നടന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി പരിശോധിച്ച പ്രധാനമന്ത്രി മേളയുടെ വിജയത്തിനായി കലശം സ്ഥാപിച്ചു. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പൂർണ്ണ കുംഭമേളയ്ക്കൊരുങ്ങുന്ന പ്രയാഗ്രാജിലെ സംഗമഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നടന്ന ചടങ്ങിലാണ് 5500 കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ലക്ഷക്കണക്കിന് ഭക്തരെ സ്വാഗതം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനങ്ങളിലൊന്നാണ് കുംഭമേളയെന്നും അതിനായി പുതിയ ഒരു നഗരം സജ്ജീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതായും പറഞ്ഞു. महाकुंभ का आयोजन देश की सांस्कृतिक आध्यात्मिक पहचान को नए शिखर पर स्थापित करेगा. ये एकता का ऐसा महायज्ञ होगा जिसकी चर्चा पूरी दुनिया में होगी. പ്രയാഗ്രാജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നൽകുന്നതിനുമായി 10 പുതിയ റോഡ് ഓവർ ബ്രിഡ്ജുകൾ, സ്ഥിരം ഘട്ടുകൾ, നദിക്കരയിലെ റോഡുകൾ തുടങ്ങിയവ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നു. നേരത്തെ സംഗമഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി മഹാകുംഭമേളയുടെ വിജയത്തിനായി കലശം സ്ഥാപിച്ചു. മഹാകുംഭം 2025 വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി നരേന്ദ്രമോദി പരിശോധിച്ചു. ഗവർണർ ആനന്ദിബെൻ പട്ടേലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. നാഷണൽ ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.